ഹലോ ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റുമായിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു മാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ മിക്സിയുടെ ജാറിലോട്ടിടാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. നമുക്ക് മധുരത്തിനാവശ്യമായ ഷുഗർ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ വേണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, അതുപോലെ കുറച്ച് ഏലക്ക പൊടി വേണം. ഞാനിപ്പം ഏലക്ക പൊടി ഇല്ലാത്തതുകൊണ്ട് ഏലക്ക ചതച്ചിടുകയാണ്. അതുപോലെ 1 കപ്പ് പാല്, ബേക്കിംഗ് സോഡ 1 പിഞ്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്കിനി 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത്. നമുക്ക് ഓരോ മുട്ട വീതം നമുക്കിതിന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഒരു ബട്ടർ തടവിയ പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ബട്ടറാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ എന്ത് വേണോ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് മാങ്ങയുടെ കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒന്ന് മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കശുവണ്ടിയും നമുക്ക് കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റായ കുക്കറിലോട്ട് നമുക്ക് മാറ്റാം. ഇതെനിക്കൊരു വറ്റലപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാംഗോയുടെ ഒരു ഫ്ലേവറും വറ്റലപ്പമൊക്കെ എങ്ങനെയുണ്ട് അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. വളരെ സോഫ്റ്റാണ്. കേക്കിനെക്കാട്ടി വളരെ സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റായ നമുക്ക് കുക്കറിലോട്ട് നമ്മുടെ ബാറ്റർ മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം ഒരു 30-35 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ കുംസ് റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരം ഒരു കേക്കാണിത്. കേക്കിനെക്കാട്ടി വളരെ സോഫ്റ്റാണിത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ തണുക്കണം ഇത്, അല്ലെങ്കിൽ മൊത്തത്തിൽ പൊടിഞ്ഞു പോകും. ഞാനിപ്പോൾ തണുക്കുന്നതിന് മുന്നേ കട്ട് ചെയ്തത് കൊണ്ടാണ് മൊത്തത്തിൽ ഒരു പൊടിഞ്ഞ ഇതായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം തണുത്തതിന് ശേഷം മാത്രമേ ഇതിനെ കട്ട് ചെയ്യാവൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എന്നെ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.